പെരിഞ്ഞനം പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നതായി പരാതി. കൂട്ടമായെത്തുന്ന കാട്ടുപന്നികൾ കൃഷിയിടങ്ങളിൽ കയറി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതോടെ കർഷകർ ആശങ്കയിലാണ്. പെരിഞ്ഞനം വെസ്റ്റിലെ ഹരിതം ഗ്രൂപ്പിന്റെ കൃഷിയിടത്തിലാണ് കാട്ടുപന്നികളുടെ ആക്രമണമുണ്ടായത്. ഓണ വിപണി ലക്ഷ്യമിട്ട് വിളവെടുപ്പിന് തയ്യാറാക്കി നിർത്തിയിരുന്ന നേന്ത്രവാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. കൂർക്ക, വഴുതന ഉൾപ്പെടെയുള്ള മറ്റു കൃഷികളും കുത്തിമറിച്ച് വലിയ നാശനഷ്ടമുണ്ടാക്കിയതായി കർഷകർ പറഞ്ഞു. കാട്ടുപന്നികളുടെ ശല്യം മൂലം കൃഷി തുടരാൻ പോലും ബുദ്ധിമുട്ടാണെന്നും അടിയന്തരമായി കാട്ടുപന്നികളെ തുരത്തണമെന്നും കർഷകർക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്നും സ്ഥലത്തെ കർഷകർ ആവശ്യപ്പെട്ടു. പെരിഞ്ഞനം പഞ്ചായത്തിൽ 3-ാം വാർഡിൽ ഹരിതം ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കൃഷി നടത്തുന്ന കൃഷി സ്ഥലമാണിത്. ഞങ്ങളുടെ ഓണത്തിന് വിളവെടുക്കാറായ കായകളാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി വന്നിട്ട് ഒരു കൂട്ടം പന്നികൾ, അതായത് വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ തോട്ടത്തിൽ തന്നെ. അപ്പോൾ വന്നിട്ട് നമ്മുടെ വാഴ, വെണ്ട, വഴുതന, അതേപോലെ കൂർക്ക, പിന്നെ നമ്മുടെ ഇതിട്ടുണ്ടായിരുന്ന പന്തലിട്ടുണ്ടായിരുന്ന കയ്പ, ചരക്ക ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വന്യമൃഗശല്യത്തിനെതിരെ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നോ കൃഷിഭവനിൽ നിന്നോ എന്തെങ്കിലും നടപടി ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് കൊല്ലങ്ങളായിട്ട് ചെയ്യണം ഇവിടെ ഈ വാഴനെ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് 1-2 വാഴയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം രൂക്ഷമായിട്ടുള്ളത്. അതിന് എന്തെങ്കിലും നടപടി ഉണ്ടാവണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഒരുപാട് ഈ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് ഇത് ഇല്ലാണ്ടാവുന്നത്. നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് ഒരു 350ഓളം വാഴയുണ്ട് 2 പറമ്പിലായിട്ട്. ഈ ഒറ്റ 2 പറമ്പാണത്. അതിലിപ്പോൾ വിളവെടുപ്പാറായുള്ള വാഴണി അതൊരു 25-30ഓളം വാഴ ഇന്നലെ തന്നെ രാത്രിയിൽ വന്ന് ഒടിച്ചിട്ടിട്ടുണ്ട്. അതിപ്പോൾ ഓണത്തിന് എടുക്കേണ്ട കായകളാണ്. ഇനി നാളത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഈ രാത്രിയാണ് വന്ന് പോകുന്നത്. അപ്പോൾ അതിനെതിരെയാണ് നമ്മൾ നടപടി എടുക്കേണ്ടത്. പഞ്ചായത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇലക്ഷൻ്റെ കാരണം ഈ ഫോറസ്റ്റിൽ അറിയിക്കാൻ പറ്റിയിട്ടില്ല. അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ എത്തുന്നതാണ് പറഞ്ഞുള്ളത്. ഇനി എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്ത് ചെയ്യട്ടെ. ശരിക്കും ഈ 13 വർഷവും നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് എൻജോയ് ചെയ്തുകൊണ്ടാണ്. ഇതിൽ നിന്നുള്ള വരുമാനം അതിനേക്കാൾ ഉപരി മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം ചെറുതല്ലായിരുന്നു. പക്ഷേ ഈ വർഷം ആ സന്തോഷവും പോയി. അതിനേക്കാൾ ഉപരി കൃഷിയോടുള്ള താല്പര്യം പോലും നശിച്ചുകൊണ്ടിരിക്കുന്നത് അവസ്ഥയാണ്. ഇത് ഹരിതം ഗ്രൂപ്പിൻ്റെ വരുമാനം എന്നതിനേക്കാൾ ഉപരി നമ്മളെ സമൂഹത്തിനോട് കാണിക്കുന്ന ഒരു നന്മ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു മോട്ടിവേഷൻ, അതുകൂടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ഹരിതം ഗ്രൂപ്പിൻ്റെ ഒരു കോർഡിനേറ്ററാണ്. എന്നാൽ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, ഇതിൽ മാത്രം 12-13 മണിക്കൂർ ഈ മണ്ണിൽ കഷ്ടപ്പെടുന്ന കുറേ സുഹൃത്തുക്കൾ, ഇവരുടെയൊക്കെ മനസ്സ് ശരിക്കും ഇനി വേണ്ട, ഈ മേഖലയോട് പോലും നമുക്ക് വിട പറയാമെന്നൊരു സാഹചര്യമുണ്ടെന്ന് രാവിലെ മുതൽ നമ്മുടെ കൂട്ടുകാരൊപ്പം. പക്ഷേ അത് പാടില്ല. നമുക്ക് നമ്മളുടെ നാട്ടിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു സാഹചര്യം വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മളത് തുടരണമെങ്കിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ചില സഹായങ്ങളും ആവശ്യമാണ്. നമ്മൾ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. ഇപ്പോൾ നമുക്ക് ഉപദ്രവകാരിയായിട്ടുള്ള വന്യജീവികൾ പൂർണ്ണമായിട്ട് നമുക്ക് ഇവിടുന്ന് മാറിക്കിട്ടണം.